ഹലോ ഗായ്സ്, ചിൽഡ്രൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ചെറുപയർ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്തൊക്കെ വേണ്ടത് നമുക്ക് കണ്ടു നോക്കാം. 2 തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ചിരവി എടുക്കണം. അങ്ങനെ ചിരവി എടുത്ത തേങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. തേങ്ങാപ്പാലിലാണ് പായസം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി മിക്സിയുടെ ഒരു ജാറിലേക്ക് തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ പാല് നമുക്ക് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ 1-ാം പാലും 2-ാം പാലും ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ചെടുത്ത പാലിന് നമ്മളൊരു അരിപ്പ വെച്ചിട്ടത് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ, അരിച്ചെടുക്കുകയാണ്. അങ്ങനെ 1-ാം പാലിന് നമ്മൾ റെഡിയാക്കി അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇതാണ് കേട്ടോ ആ പാല്. ഇനി നമുക്ക് വേണ്ടത് 2-ാം പാലും കൂടി സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം. അതിന് വേണ്ടി ആ തേങ്ങ ഒന്നും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്നൊക്കെ ഇറക്കിയിട്ട് 2-ാം പാലും കൂടി എടുത്തു. അങ്ങനെ 1-ാം പാലും 2-ാം പാലും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചെറുപയർ പരിപ്പ് ഒന്ന് കഴുകിയെടുക്കണം. അങ്ങനെ 2 പ്രാവശ്യം ചെറുപയർ പരിപ്പ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത ചെറുപയറിന് നമുക്കൊരു 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കുക്കർ 2 വിസിലടിച്ചു. നമ്മുടെ ചെറുപയർ പരിപ്പ് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഇനി നമുക്കിത് തേങ്ങാപ്പാലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ശർക്കര എന്ത് ചെയ്യണം, നമുക്ക് ഒന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. 4 ശർക്കര എടുത്ത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഉരുക്കി വരട്ടെ. ആ നേരം കൊണ്ട് എന്ത് ചെയ്തു, ഒരു പാത്രത്തിലേക്ക് നമ്മുടെ 2-ാം തേങ്ങാപ്പാലുണ്ടല്ലോ അതൊഴിച്ചിട്ട് നമ്മുടെ ചെറുപയറും കൂടി വേവിച്ച് ചെറുപയറും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് തിളച്ച് വരുന്നവരെ മിക്സ് ചെയ്യുക. അതിൻ്റെ കട്ട വെക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് ഉടഞ്ഞ് പോകണേ, ആ രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വന്ന നേരത്ത് നമ്മുടെ ശർക്കരയും കൂടെ നല്ലപോലെ എല്ലാം ഉരുകി വന്നു. ഈ ശർക്കരപ്പാനി എന്ത് ചെയ്യണം, നമ്മുടെ ഈ തേങ്ങാപ്പാലിൽ ഇട്ടിട്ടുള്ള ചെറുപയർ പരിപ്പുണ്ടല്ലോ അതും കൂടി മിക്സ് ചെയ്തിട്ട് ഈ തേങ്ങാപ്പാലിലേക്ക് നമ്മുടെ ശർക്കര കൂടി വെച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത് അതൊന്ന് നല്ലപോലെ ഒന്നുകൂടി തിളച്ച് വരണേ. ഈ തിളച്ച് വരുന്ന നേരം കൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ 1-ാം പാലുണ്ട്, ആ 1-ാം പാലും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തത് അത് ഇനി തിളക്കരുത് കേട്ടോ. ഒരൊറ്റ ചെറിയൊരു തള വരുമ്പോഴത്തേനും നമ്മുടെ ചുക്ക് ഏലക്കായും കൂടെ പൊടിച്ചതുണ്ടായിരുന്നു അതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കിസ്മിസും ക്യാഷ്നെറ്റും കൂടി വറുത്ത് കോരിയിട്ട് അതിലേക്ക് ഇടണം. അങ്ങനെ ക്യാഷ്നെറ്റ് ഞാൻ ഫസ്റ്റ് വറുത്ത് കോരിയിട്ടു, പിന്നെ കിസ്മിസ് ഇട്ടിട്ടുള്ളത്. കാരണം കിസ്മിസ് പെട്ടെന്ന് വറുത്ത് പോകും, അതുകൊണ്ടാണ് ഞാൻ 2-ാമത് കിസ്മിസ് ഇട്ടത്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും വേണം, ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.